ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയത്ത് ഇലിക്കൽ. അങ്ങനെ നിഫ്റ്റി ഇന്ന് ശക്തമായ രീതിയിൽ ചെറുത്തുനിൽപ്പ് നടത്തി 100 പോയിന്റിൻ്റെ ഒരു ഫോള് രേഖപ്പെടുത്തി. അപ്പോൾ ഏറെ നാളുകളായി നിഫ്റ്റി വലിയൊരു ഫോളും ഇല്ല, വലിയൊരു റാലി ഇല്ല, കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. 100 പോയിന്റ് നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ സെൻസെക്സ് 350 പോയിന്റിൻ്റെ അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി 25,111 നിഫ്റ്റിയുടെ നിൽപ്പ്. ഇന്ന് ഏറ്റവും വലിയ സെല്ലിംഗ് പ്രഷർ നമ്മൾ കൂടുതൽ കണ്ടത് IT സെക്ടറാണ്. ഇന്നലെ നാസ്ഡാക്കിൽ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ കൂടിയും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ടെക്കം, ഇൻഫി, വിപ്രോ തുടങ്ങിയ കമ്പനീസ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതും L&T മൈൻട്രി പോലെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് IT കമ്പനീസ് കൂട്ടത്തോടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ബാങ്കിങ് സെക്ടറിൽ നിന്ന് ആക്സിസ് ബാങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി മിഡ് ക്യാപ്പ് സെക്ടറിൽ ഇന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് സോണ BLW പ്രസിഷൻ ഫോർജിങ് കമ്പനിയാണ്. ഈ ചൈനീസ് EV നിർമ്മാതാക്കളായിട്ടുള്ള BYD ആയിട്ട് ഈ ഒരു കമ്പനി ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് ഈ കമ്പനിക്ക് ഗുണകരമായി 7% ഒരു അടുത്ത് റാലി രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ ഏവിയേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ ഈ താരിഫെല്ലാം തന്നെ പാസഞ്ചർ ഫെയറുകളെല്ലാം തന്നെ കുറച്ചേക്കാം എന്നുള്ള ന്യൂസ് കാരണം ഇൻഡിഗോയിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിലവിൽ ഏവിയേഷൻ രംഗത്ത് 60% വിപണി പങ്കാളിത്തം ഇൻഡിഗോയ്ക്കാണ് ഉള്ളത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് രാവിലെ നമ്മൾ കേട്ടത് എല്ലാ രാജ്യങ്ങൾക്കും മേൽ 10 മുതൽ 20% വരെയുള്ള താരിഫുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ ലെറ്ററുകളെല്ലാം തന്നെ അയക്കും. 150 രാജ്യങ്ങൾക്ക് അയക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു താരിഫ് നമ്മൾ ഇതിൻ്റെ എർലി സ്റ്റേജിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു രാജ്യത്തിനും ഇതൊക്കെ ഒരു രാജ്യം ഉണ്ടായ സമയം മുതൽ വന്ന ഒരു താരിഫൊക്കെയാണ്. അത് ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡിൽ ഒരു രാജ്യവും അത് അംഗീകരിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ റിയാക്ട് ചെയ്തത്. കൂടാതെ തന്നെ US അവിടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നപ്പോൾ അതൊരു 2.2% സ്പൈക്ക് രേഖപ്പെടുത്തി. അപ്പോൾ അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവനും അവിടുത്തെ പ്രസിഡൻറ്റും തമ്മിലുള്ള ഉരസൽ ശക്തമാണ്. കൂടാതെ തന്നെ ട്രംപിന് വിജയത്തിലേക്ക് കൊണ്ടുവന്ന അവിടുത്തെ ഏറ്റവും പ്രമാണിയായിട്ടുള്ള എലൻ മസ്കും തമ്മിലുള്ള ഉരസലും വളരെയധികം വിസിബിളാണ്. എലൻ മസ്ക് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വരെ രൂപീകരിച്ചേക്കാം എന്നുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ട്രംപിൻ്റെ ദ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ US പാപ്പരാകുമെന്നുള്ളതാണ് ഈ എലൻ മസ്കിൻ്റെ എല്ലാം തന്നെ വാദം. ഇതെല്ലാം തന്നെ US മാർക്കറ്റിലും അതുവഴി ഗ്ലോബൽ മാർക്കറ്റിലും നമുക്കിപ്പോൾ വിസിബിളാണ്. ഇത് കഥകളൊന്നും അല്ലല്ലോ, നമ്മൾ ഉള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ വിസിബിൾ ആകുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ പെർഫോമൻസ് ടാറ്റ കൺസ്യൂമർ, ടാറ്റ സ്റ്റീൽ, ഹിൻഡൽകോ, ട്രെൻഡ്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തത്. ടെക്കം, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ, SBI ലൈഫ് 1.4 മുതൽ 2.75% വരെയുള്ള ഒരു ഫോൾ രേഖപ്പെടുത്തി. ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിൽ നിലകൊള്ളുന്നു. ഇന്ത്യ വിക്സ് ഇന്ന് വലിയ സ്പൈക്കൊന്നും ഉണ്ടായിട്ടില്ല, 11.28. ഡോ ഫ്യൂച്ചർ -84 നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് ചെയ്തു. ഗോൾഡ് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $30 ഇടിഞ്ഞു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിനും ഏകദേശം ഒരു 900 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റും. വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിലും അങ്ങനെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മൾ വളരെ വലിയ വോളറ്റിലായിട്ടുള്ളൊരു മാർക്കറ്റ് കാരണം അന്ന് മാർക്കറ്റ് ശാന്തമാണെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന സാറ്റർഡേ കൊച്ചിയിൽ വെച്ചിട്ട് FNOയുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും സ്വിങ്, ബേസിക്, ക്രിപ്റ്റോ, കമ്മോഡിറ്റി, ഓപ്ഷൻ എല്ലാം ജോയിൻ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിലുണ്ട് നമ്പർ. സ്റ്റോക്കിൻ്റെ വാർത്തകളൊക്കെ പോകാം. പൈസൽ റെക്കമെൻഡേഷൻ എല്ലാം. ജിയോ ഫിനാൻസ് സർവീസ് നെറ്റ് റവന്യൂ 47%, നെറ്റ് പ്രോഫിറ്റ് 325 കോടി രൂപ കരസ്ഥമാക്കി. വിപ്രോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഇയർ ഓൺ ഇയർ ഉയർന്ന് 3330 കോടി രൂപ കരസ്ഥമാക്കി. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞു 5806 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. IPOയിലേക്ക് വരുമ്പോൾ സ്മാർട്ട് വർക്ക് കോവർക്കിംഗ് സ്പേസ് IPO 7% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയതുപോലെ തന്നെ ആനന്ദം ബയോസയൻസ് ഹയസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി
റവന്യൂ 93% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 8 മടങ്ങ് ഉയർന്നു. എയർടെൽ കമ്പനി പെർപെക്സി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് AI റിസർച്ചുകൾ AI സബ്സ്ക്രിപ്ഷൻസ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ധാരണയായി. L&T മൈൻട്രി നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 1254 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 8% ഉയർന്നു. വാരി എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 207% കരസ്ഥമാക്കി. റവന്യൂ ഓൾമോസ്റ്റ് ഡബിളായി. ഹെറിറ്റേജ് ഫുഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. കൂടാതെ തന്നെ നെറ്റ് റവന്യൂ 10% ഉയർന്നു. തെർമാക്സ് കമ്പനി 12% ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കൊട്ടാക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. കൽപ്പാത്തൂർ പ്രൊജക്റ്റ് കമ്പനി ഇവർക്ക് 2293 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ലുപ്പിൻ അവരുടെ പുതിയ ഫെസിലിറ്റിക്ക് JMRൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. EMS കമ്പനി പുതിയ പ്രൊജക്റ്റിന് അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു. അലോക് ഇൻഡസ്ട്രീസ് 210 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയ കമ്പനിയാണ്. ഇത്തവണ നഷ്ടം കുറച്ചു. നഷ്ടമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്, 170 കോടി രൂപ നഷ്ടം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തിലേക്കാൾ കുറഞ്ഞ നഷ്ടത്തിലേക്ക് കമ്പനി നഷ്ടം കുറച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽ 248 കോടി രൂപയിൽ നിന്ന് 269 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് ഉയർത്തി. ONGC കമ്പനി ജാംനഗറിലുള്ള ഇവരുടെ പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ കമ്പനി അംഗീകരിച്ചു. പേടിഎം പുതിയൊരു സബ്സിഡിയറി സൗദി അറേബ്യയിൽ ഓപ്പൺ ചെയ്തു. ക്ലീൻ സയൻസ് കമ്പനി 72 കോടി രൂപയിൽ നിന്ന് 76 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. പോളിക്യാബ് കമ്പനി 369 കോടി രൂപയിൽ നിന്ന് 590 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നമകാർ കോർപ്പ് കമ്പനി 13 കോടി രൂപ നഷ്ടമുണ്ടായ കമ്പനി ഇത്തവണ 2 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് ഏകദേശം ഒരു 10% അടുത്ത് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. HDFC AMC അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 21% ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ന്യൂസുകൾ. അപ്പോൾ നാളെ നമുക്ക് വീക്കെൻഡാണ്, ഫ്രൈഡേ. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും വലിയ തോതിൽ കൺസോൾട്ടേഷനാണ്. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ടുള്ള കൺസോൾട്ടേഷൻ. മാർക്കറ്റിലേക്ക് വരുമ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ചൊക്കെ ഡെയിലി എക്സ്പയറീസൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും എക്സ്പയറി. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒക്കെ നമ്മളൊന്ന് ട്രേഡ് ചെയ്തിട്ട്, പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്തിട്ട് ഉള്ള കാലം മറന്നു. പിൻ നിഫ്റ്റിയും അതുപോലെയുള്ള ഇൻഡെക്സുകൾ, മിഡ് ക്യാപ്പ് നിഫ്റ്റികളെല്ലാം തന്നെ, ബാങ്ക് എക്സ് വലിയ തോതിൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ നിഫ്റ്റി മാത്രം ശരണം. കുറച്ച് സെൻസെക്സ് എന്നുള്ള രീതിയിലേക്ക് ട്രേഡ് FNOയിൽ ആ 2 ഇൻഡെക്സും മാത്രമായിട്ടുണ്ട്. ഈ വിക്സ് കൂൾ ഡൗൺ ആയി 11ലേക്ക് എത്തി ചേർന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രീമിയംസും തന്നെ ഇല്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. എനിവേ കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ആയേക്കാം. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.